എടോ എന്റെ കറക്റ്റ് ഫുഡിന്റെ പൈസ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ വേറെ പൈസ ഒന്നുമില്ല. എന്റെ ഒന്നുമില്ല. ഇതിലിപ്പോ GST കൂടെ ഉണ്ട്. GST നമുക്ക് പറയാം. ഒട്ടുമിക്ക ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും GST കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റേർഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ GST കൊടുക്കണ്ട. അതെങ്ങനെയാ പറഞ്ഞുതരാം. ഗൂഗിളിൽ പോയി gst.gov.in സെർച്ച് ചെയ്താൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കിട്ടും. അതിൽ സെർച്ച് ടാക്സ് പെയർ എന്ന ഓപ്ഷനിൽ ബില്ലിൽ കാണുന്ന GST നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ റെഗുലർ ടാക്സ് പേയേഴ്സ് ആണോ കോമ്പോസിഷൻ ടാക്സ് പെയർ ആണോ എന്ന് മനസ്സിലാവും. ഇനി കോമ്പോസിഷൻ ടാക്സ് പെയർ ആണെങ്കിൽ ഈ ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും ഒക്കെ ഈ സ്കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കൊണ്ട് നമ്മൾ ടാക്സ് കൊടുക്കണം. ഇനിയിപ്പോൾ ബില്ലിൽ GST നമ്പർ ഇല്ല, സൈറ്റിൽ നോക്കുമ്പോൾ ഇന്നാക്റ്റീവ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ നമുക്ക് കംപ്ലൈന്റ് ചെയ്യാനും പറ്റും. 1915 എന്ന നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ നമ്പറിലോ etagil.nic എന്ന വെബ്സൈറ്റ് വഴിയോ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാം. അപ്പൊ ഇനി ആവശ്യത്തിനുള്ള കാശ് കൊടുത്താൽ മതി, വെറുതെ GST